നമസ്കാരം. പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. മറ്റന്നാൾ ചിങ്ങം 1 ഓഗസ്റ്റ് 17 ചിങ്ങമാസം ആരംഭിക്കുന്നത്. പുതുവർഷം തന്നെയാണ് ആരംഭിക്കുന്നത് എന്ന് പറയാം. എന്നാൽ ഈ മാസം, ഈ ചിങ്ങമാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സവിശേഷമായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത്, തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ, ഈ 2 ദിവ്യ പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 2 ശംഖുപുഷ്പമാകുന്നു. ഈ 2 ശംഖുപുഷ്പങ്ങളിൽ അതിൽ ആദ്യത്തേത് നീല ശംഖുപുഷ്പവും രണ്ടാമത്തേത് വെള്ള ശംഖുപുഷ്പവുമാകുന്നു. ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും വിശേഷാൽ മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഈ 2 ദിവ്യ പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പത്തെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ചിത്രമായ നീല ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും മനസ്സിലുണ്ട്. അത് പലപ്പോഴും നടക്കാത്തതിനാൽ മനസ്സിൽ പലവിധ വിഷമങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. എന്നാൽ ഈ മാസം ചില മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹിച്ചതായ എല്ലാ കാര്യങ്ങൾ എന്ന് പറയുന്നില്ല, ചില കാര്യങ്ങളെങ്കിലും ഈ മാസം നടക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിന് അഭിവൃദ്ധി, സന്തോഷം എന്നിവ കൈവരിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അത് പഠനവുമായി ബന്ധപ്പെട്ടോ ജോലി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ഇത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ ഈ മാസം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില യാത്രകൾ, അത് ഒഴിവാക്കുവാൻ സാധിക്കാത്തതായ ചില യാത്രകൾ വന്നു ചേരാം. അത് ദൂരദേശത്തേക്കുമാകാം, അതല്ല നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകളുമാകാം. ഇത്തരത്തിൽ സന്തോഷകരമായ യാത്രകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കായുള്ള യാത്രകൾക്കോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാൽ പോലും ഭൂരിപക്ഷം യാത്രകളും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഏത് കാര്യം ഈ സമയം ചെയ്യുകയാണ് എങ്കിലും അതിൽ ആദ്യം പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതിരിക്കുകയും പിന്നീട് ലഭിക്കാനുള്ള സാധ്യതകൾ ചില കാര്യങ്ങളിൽ വന്നു ചേരാവുന്നതുമാണ്. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലേക്കും എടുത്തു ചാടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ അത്തരത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അല്പം കൂടി ചിന്തിക്കുക. അതിനുശേഷം മാത്രം ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ഏത് കാര്യവും അല്പമൊന്ന് പഠിച്ചതിന് ശേഷം തീരുമാനിക്കുന്നതാണ് ഏറ്റവും ശുഭം. അതല്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്കതൊരു കുറ്റബോധമോ അല്ലെങ്കിൽ സാമ്പത്തികരമോ അല്ലാതെയോ ഉള്ള നഷ്ടങ്ങൾക്ക് അത് കാരണമായി തീരാം. പെട്ടെന്നുള്ള ഒരു മാറ്റത്തിനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറ്റണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കാതിരിക്കുകയും എന്നാൽ ഇപ്പോൾ അത് മാറ്റുവാൻ സാധിക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങളാകാം. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാകാം. എന്നാൽ അനുകൂലമായ കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ദോഷകരമായി മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് എങ്കിൽ അത് ചില നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരികയും അത് വിഷമങ്ങൾ നിങ്ങൾക്ക് നൽകുവാനും സാധ്യത കൂടുതലാകുന്നു.
എന്നാൽ അതിൽ ചില വ്യത്യാസങ്ങൾ വന്നു ചേരാം. മനസ്സിലുള്ള ചില വിഷമങ്ങൾ അത് എപ്രകാരം തരണം ചെയ്യണം, അത്തരം പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ മുൻപത്തെ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഈ സമയം നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ സമയം. കൃത്യമായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. കൃത്യമായ ഉപദേശങ്ങൾ ലഭിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, സന്താനങ്ങൾ, കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ എന്നിവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, സഹായം, പ്രതീക്ഷിച്ചതായ ധനം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ സംസാര കാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാവിയെക്കുറിച്ച് ടെൻഷൻ വേണ്ട. അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങിയാൽ മതി എന്ന കാര്യം ഓർക്കുക. ഈശ്വരാധീനം നിങ്ങൾക്കുണ്ട്. അത് തീർച്ചയായും വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പമുള്ളവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ചെറിയ തർക്കങ്ങൾ കൂടി വന്നു ചേരാം. അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നിങ്ങൾക്ക് തടസ്സങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ജോലിക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ ആകണം എന്നില്ല. എന്നിരുന്നാലും താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. രണ്ടാമത്തെ ചിത്രമായ അഥവാ രണ്ടാമത്തെ പുഷ്പമായ വെള്ള ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അല്പം ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത് സാമ്പത്തികപരമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളുമായും അഥവാ ബന്ധത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വിള്ളലുകളുമായി ബന്ധപ്പെട്ടും അതല്ല കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാകാം. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ സമയം ഇരുത്തി ചിന്തിക്കുന്നതിലൂടെ പല പോംവഴികളും നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതായ ഒരു മാസമായി തന്നെ മാറും. ഈ സമയം ഇഷ്ടദേവതയെ നിങ്ങൾ മനസ്സിരുത്തി ആരാധിക്കുക. ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോവുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തും വിധം അനുകൂലമായി തീരുന്നു. അത്തരത്തിൽ തീരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. ശത്രുദോഷങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ വ്യക്തികൾ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ, അതിൽ ചില വ്യക്തികളെയെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അത്തരത്തിലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ ഒരു വർഷമായി തന്നെ ചിങ്ങമാസം മാറും എന്ന കാര്യം ഓർക്കുക. പ്രധാനമായും ശത്രുദോഷങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാകുന്നു. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും എന്നാൽ തടസ്സങ്ങളാൽ നിന്നു പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അത്തരത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ചില അബദ്ധങ്ങൾ, അത് സാമ്പത്തികപരമോ അല്ലാതെയോ ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇപ്പോൾ ഈ സമയം മറ്റുള്ളവരോട് വെളിപ്പെടുത്താതിരിക്കുന്നതാണ് ഉത്തമം എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില ധനനഷ്ടങ്ങൾ, അത് അശ്രദ്ധയാൽ വന്നു ചേരുന്ന ധനനഷ്ടങ്ങളാകാം. അതിനാൽ തന്നെ കൂടുതലായും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അമിതമായ വിശ്വസിച്ചവരിൽ നിന്നും നിങ്ങൾ ചതിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും ചതി സംഭവിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്പം കൂടി ഒന്ന് ചിന്തിക്കുക. അല്പം കൂടി സമയം നൽകുവാൻ ശ്രമിക്കുക. അതിലൂടെ ചില മാറ്റങ്ങൾ, ചില മറ്റ് ചിന്തകൾ വന്നു ചേരാം. ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സമയം കൂടിയാണ് ഇത്. വന്നു ചേർന്നിരിക്കുന്നതായ പലവിധ നഷ്ടങ്ങൾക്കും ഒരു പരിധിവരെയെങ്കിലും അല്ലെങ്കിൽ അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. ഇപ്പോഴത്തെ തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു മാറുവാൻ ശ്രദ്ധിക്കുക.
അത് നിങ്ങൾക്ക് സാധിക്കുന്നവർ തന്നെയാകുന്നു. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ നിങ്ങൾ വിജയിക്കുന്നവരുമാകുന്നു. പഴയതുപോലെ തന്നെ തിരിച്ചു വരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ അത് തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഇഷ്ടദേവതയെ നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, നന്നായി തന്നെ പ്രാർത്ഥിക്കുക. അതിലൂടെ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ചിന്തിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ആ കാര്യങ്ങളിൽ കൂടി അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. ഏത് കാര്യത്തിന് ഇറങ്ങുകയാണ് എങ്കിലും തുടക്കം അല്പം തടസ്സങ്ങൾ വന്നു ചേരാം, അല്ലെങ്കിൽ മനസ്സിൽ 2 ചിന്തകൾ വന്നു ചേരാം. എന്നാൽ ക്രമേണ അത് നിങ്ങൾക്ക് മാറുകയും പല കാര്യങ്ങൾ ചെയ്യുകയും അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയും ചെയ്യും. പലവിധ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. അതിൽ ചില ആഗ്രഹങ്ങളെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതല്ല, ചില പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ അല്ലെങ്കിൽ സാധിക്കാത്തതിനാൽ വിഷമങ്ങളുണ്ട് എങ്കിൽ, നിരാശയുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഇഷ്ടദേവതയെ ആരാധിക്കുന്നതിലൂടെ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ വന്നു ചേരും. കൂടാതെ മറ്റുള്ളവരുടെ ചില കാര്യങ്ങളിൽ അമിതമായ ശ്രദ്ധ നൽകുന്നതിലൂടെ അവരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക്, ചില തർക്കങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ നിൽക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വന്നു എന്ന് വരാം. കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും പല കാര്യങ്ങളിൽ വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ആത്മവിശ്വാസം അല്പം കൂടി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ മാസം നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മുന്നോട്ട് ഇറങ്ങുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് 2 വട്ടം ചിന്തിച്ച് അത് അനുകൂലമാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ മുന്നോട്ട് തന്നെ പോവുക. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഈ മാസം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു.